ട്രഷറിയുമായി ബന്ധപ്പെടുന്ന ഇടപാടുകാർക്ക് അതുപോലെ തന്നെ ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള പ്രവർത്തനം, മെച്ചപ്പെട്ട ധനകാര്യ മാനേജ്മെന്റ്, ഏറ്റവും സുതാര്യമായി എല്ലാ കാര്യങ്ങളും നടത്താനുള്ള സാഹചര്യം, ഇതെല്ലാമാണ് ഇതോടുകൂടി വരുന്നത്. ഇതൊരു വൻപിച്ച വിജയമാക്കി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണം. അതിന് ട്രഷറിയിലെ ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ജീവനക്കാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകുമെന്ന് എനിക്കറിയാം, ഉണ്ടാകണം. ഏറ്റവും കാര്യക്ഷമമായിട്ടുള്ള സേവനം ഏറ്റവും സുതാര്യമായ രീതിയിൽ നൽകുന്നതിന് ഈ ട്രഷറി സംവിധാനം പ്രയോജനപ്പെടും. അത് പ്രയോജനപ്പെടുത്തണം എന്ന് ഞാൻ പറയുകയാണ്. ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ കേരള ആയി, ഡിജിറ്റൽ സംസ്ഥാനമായി അംഗീകാരം കിട്ടാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനത്തിനാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. ഇന്ത്യയിൽ 50 ഡിസ്ട്രിക്റ്റുകൾ ഈ ഡിസ്ട്രിക്റ്റുകളായി പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 14 കേരളത്തിലെ 14 ജില്ലകളായിരുന്നു. നമുക്ക് അഭിമാനിക്കാം. അതിനെ തുടർന്ന് എല്ലാ മേഖലകളിലും IT ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളുടെ ഫലമായി ഈ ഗവർണൻസിൻ്റെ രംഗത്ത് നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചു. ഏറ്റവും വേഗത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സ്റ്റേറ്റായി കേരളം മാറും. ഇന്നലകളിലുണ്ടായ പോരായ്മകൾ നമുക്ക് ഈ സേവനം ജനങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ട സേവനമാക്കി മാറ്റുന്നതിൽ നമുക്ക് പ്രയോജനപ്പെടുത്താം. മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭിക്കുകയും ജനങ്ങൾക്ക് അത് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യം അത് നേടിയെടുക്കാൻ വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണം.